HS മാത്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് പ്രോബ്ലംസ് ആണ്. വൺ ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 40 ഡിഗ്രി, ഫൈൻഡ് ദി അതർ ആംഗിൾസ്. എന്താ റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ? വൺ ആംഗിൾ 90 ആയിട്ടുള്ള ട്രയാംഗിൾ ആണ് റൈറ്റ് ട്രയാംഗിൾ. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാംഗിൾ അതിന്റെ വൺ ആംഗിൾ 40 ആണെന്നറിയാം, ഒരു ആംഗിൾ 90 ആണെന്നറിയാം. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് അതർ ആംഗിൾസ്, മറ്റ് ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ആംഗിൾ 90 ആണ്, അതുകൊണ്ടാണ് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയാം. ഒരു ആംഗിൾ 90 ആണ്, വൺ ആംഗിൾ ഈസ് ഗിവൺ. ഇപ്പോൾ ഇത് 90 ആകുമ്പോൾ വാട്ട് വിൽ ബി ദി സം ഓഫ് ദീസ് ടു? ഇത് രണ്ടിന്റെയും കൂടി സമ്മ് 180 ഈ ആംഗിൾ കുറയ്ക്കുന്നതായിരിക്കും. ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ആംഗിൾ ബി ഈസ് 90 ഡിഗ്രി. 180 90 പോയാൽ ബാക്കി 90 ഉണ്ടാവും. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ 90 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്? ആംഗിൾ സി എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എന്ന് പറയുന്നത് 90 നമുക്കറിയാം. അപ്പൊ ആംഗിൾ എ കാണുന്നത് എന്ത് ചെയ്യണം? 180 നിന്ന് ഈ രണ്ട് ആംഗിളും കുറയ്ക്കണം. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 90 പ്ലസ് 40, അതായത് ഈ ആംഗിളും 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ആംഗിൾ. കാരണം ഈ മൂന്ന് ആംഗിൾസിന്റെയും സം 180 എന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 90 പ്ലസ് 40. 90 പ്ലസ് 40 എത്രയാ? 130. അപ്പൊ 180 മൈനസ് 130. 180 മൈനസ് 130 എന്ന് പറയുമ്പോൾ 50 ഡിഗ്രി. സോ 50 ഡിഗ്രി ഈസ് ദി ആംഗിൾ എ. അപ്പൊ മൂന്ന് ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ? ആംഗിൾ ബി 90 ഡിഗ്രി, ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ സി 40 ഡിഗ്രി. ദാറ്റ് ഈസ് ഗിവൺ. സോ ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യം. വൺ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 72 ഡിഗ്രി. ദി അതർ ടു ആംഗിൾസ് ആർ ഈക്വൽ. ഫൈൻഡ് ദി ആംഗിൾസ്. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ എത്രയാണ്? 72 ഡിഗ്രി. മറ്റു രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾസിന്റെ ആംഗിൾ എത്രയാണ്? അപ്പൊ നമുക്ക് നോക്കാം. ഒരു ട്രയാംഗിൾ, അതിന്റെ വൺ ആംഗിൾ 72 തന്നിട്ടുണ്ട്. ആംഗിൾ എ 72 ആണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഗിവൺ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദി അതർ ടു ആംഗിൾസ് ആർ ഈക്വൽ. മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്ത 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്ത 180 ആണ്. ഇത് 72 എന്ന് അറിയാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സം എത്രയായിരിക്കും? ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈ 72 180 നിന്ന് കുറച്ചാൽ മതി. കാരണം മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 അല്ലേ? അപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത്, ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 നിന്ന് 72 കുറയ്ക്കുന്നതാണ്. കാരണം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 നിന്ന് 72 കുറച്ചാൽ കിട്ടുന്നതാണ്. അതെത്രയാണ്? 180 മൈനസ് 72 108. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സി ഇതിന്റെ രണ്ടിനെയും കൂടി സം എത്രയാണ്? 108. ഈ രണ്ട് ആംഗിൾ എങ്ങനെയാണ്? ദേ ആർ ഈക്വൽ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. അപ്പൊ ഓരോന്ന് എത്ര വീതം വരണം? രണ്ട് ഈക്വൽ ആണ്. രണ്ടിനെയും കൂടി സം 108 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 108. രണ്ട് ഈക്വൽ ആണെങ്കിൽ ഓരോന്നതിന്റെ ഹാഫ് വീതം വരണ്ടേ? അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 108/2 എന്ന് എഴുതാം. അതായത് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഗിവൺ ആണ്. അപ്പൊ ഈച്ച് ആംഗിൾ വിൽ ബി 108/2, അതായത് 54. അപ്പൊ ആംഗിൾ ബി 54, ആംഗിൾ സി 54 ആൻഡ് ആംഗിൾ എ 72 ഗിവൺ. അപ്പോൾ ഈ മൂന്ന് ആംഗിളും ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കും. ഒറ്റ പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. എന്ത്? മൂന്ന് ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ഇവിടെ കൂടുതലായിട്ട് ഒരു പ്രോപ്പർട്ടി വന്നത് രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ 180 കുറച്ചാൽ രണ്ട് ആംഗിളിന്റെ സം കിട്ടും. അതിന് ഹാഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോ ആംഗിൾ കിട്ടും. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.